അവളെവിടെ പോയി? പിങ്കി പിങ്കി എവിടെ പോയി രാവിലെ? എന്തുവാടി രാവിലെ? നിനക്ക് വീണ്ടും തുടങ്ങിയ? ഞാൻ ഡാൻസ് ചെയ്യല്ലേ? ഈ കൊച്ചുളുപ്പം കാലത്ത് നിനക്ക് എന്തോ ഡാൻസ്? എന്റെ റിങ്കി, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ രാവിലെ അല്ല വെളുപ്പിനും എനിക്ക് ഭയങ്കരമായിട്ട് മൂത്രം ഒഴിക്കാൻ മുട്ടി. അങ്ങനെ ഞാൻ എണീറ്റു. എന്നെ ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ, പെട്ടെന്ന് എനിക്ക് എവിടെന്നോ ഒരു ഉൾവിളി. എവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിങ്കി, നിന്റെ ഉള്ളിലെ നർത്തകി ഉണർത്താൻ സമയമായി. നീ ഒട്ടും താമസിക്കരുത്, ഉടനെ തന്നെ തുടങ്ങിക്കോളൂ. ഞാൻ ഒട്ടും താമസിച്ചില്ല, ഉടനെ തന്നെ എന്റെ പ്രാക്ടീസ് തുടങ്ങി. അതാണിത്. ശല്യപ്പെടുത്താതപ്പോ. നിന്റെ ഉള്ളിലെ കച്ചറ നിർത്താനായിരിക്കും പറഞ്ഞത്. അയ്യാ, പൊടി പൂച്ചിക്കാതപ്പോ. അല്ല, ഈ ഡാൻസ് കൊണ്ട് എന്താണാവോ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അങ്ങനെ ബുദ്ധിപരമായ ചോദ്യം ചോദിക്ക്. കുട്ടിക്കൊന്നും അറിയില്ല. ചേച്ചി ശ്രദ്ധിച്ചു കേട്ടോണം. എനിക്കൊരു പേരെടുത്ത നർത്തകിയാവണം. ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് അങ്ങനെ എനിക്ക് സിനിമയിലേക്ക് കയറണം. ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യണം. അങ്ങനെ സിനിമ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് കഴിയുമ്പം പ്രായമാവുമല്ലോ. പിന്നെ സിനിമയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെ എന്ത് ചെയ്യണം? എനിക്ക് ഒരുപാട് ഷോകളും കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ ഈ ഡാൻസുമായിട്ട് മുന്നോട്ട് പോകണം. ഡാൻസ് എന്റെ ജീവിതമാക്കണം. അതാണ് എന്റെ ഒരു ലക്ഷ്യം. ആണല്ലേ? അതെ. ഇനി ഒരു കുട്ടിയെ വല്ല ദത്തെടുക്കാൻ പ്ലാൻ ഉണ്ടോ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. അത് ഞാൻ പറയാൻ പറഞ്ഞത് മെയിൻ പോയിന്റ് ആയിരുന്നു ആ സാധനം. ഓർമ്മിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. ഇനി പിങ്കിന്ന് പേര് മാറ്റി ശോഭന എന്നല്ല പേരിടാൻ പ്ലാൻ ഉണ്ടോ? മനസ്സിലായല്ലേ? അത് പിന്നെ ചേച്ചി, അത് ഇപ്പം ഞാൻ രാവിലെ എണീറ്റെന്ന് പറഞ്ഞല്ലോ, വെളുപ്പിനും എണീറ്റ് ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഉറക്കം പോയി. പിന്നെ ഉറക്കം വരാനായിട്ട് ഞാൻ മൊബൈൽ എടുത്തിട്ട് എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാം തുറന്നു. അങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ശോഭന മാമിന്റെ കുറച്ച് ഡാൻസിന്റെ ഒക്കെ റീൽസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഡാൻസ് കളിക്കണമെന്നൊരാഗ്രഹം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, രാവിലെ എണീച്ച് കുളിച്ച് റെഡിയായി ഒന്ന് ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി. അതാണ് സംഭവം. ആരടുത്തും പറയിക്കണ്ട. താങ്ക്സ്. ഒന്നുമില്ല, ഡാൻസ് ചെയ്തോ. നന്ദി. ഉറങ്ങിക്കോ, കിടന്നോ. അയ്യോ, ഒരു സ്ഥിരതയില്ലാത്ത പെണ്ണാണ്. ഇന്നൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും, നാളെ ആകുമ്പോഴത്തേക്കും വേറെ വല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, മറ്റന്നാളാകുമ്പോ വേറെ എവിടെയെങ്കിലും. ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യൂല അവളല്ലേ, മാറിക്കൊണ്ടേ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ മണി. പിന്നെ ഒരു കാര്യം പറയണ്ട, ഇതേ ഒരു നല്ല എക്സസൈസ് ആണ്, ശരീരം ഇളകുന്നുണ്ടല്ലോ. അതാണ് ഞാനൊന്നും മിണ്ടാത്തത്. അങ്ങനെയെങ്കിൽ ആ കൊഴുപ്പങ്ങ് കുറയട്ടെ അവളുടെ. പക്ഷെ ഇതെന്നും ചെയ്താലല്ലേ കാര്യമുള്ളൂ. അവളാണെങ്കിൽ ചെയ്യത്തുമില്ല. ഇത്ര ആഗ്രഹത്തിലാണ് ഡാൻസ് പഠിപ്പിച്ച ഞാൻ. എത്ര ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ വിളിച്ചു എത്ര കാലം ചെയ്യും, അതാണ് പ്രശ്നം. എന്നെ പറ്റി ആയിരിക്കും സംസാര വിഷയം അല്ലേ? ആണെങ്കിൽ എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെ ചിരിയും കളിയും തമാശരാക്കാൻ ആവശ്യമില്ലല്ലോ. അയ്യോ, ഇങ്ങനെ അപമാനിക്കുമ്പോഴും ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിട്ട് പോകുന്നു നീ മാത്രമേ ഉള്ളൂ. താങ്ക് യു. എടി, നീ ശരിക്കും ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയോ? തുടങ്ങി അമ്മ. എനിക്കൊരു ഡാൻസർ ആവണം, പിന്നെ എനിക്ക് ഒരു ആക്ടർ ആവണം. ആക്ടർ ആവണമെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ഡാൻസറായി ഒരു നില ഉറപ്പിച്ചാലേ നമുക്കത് പറ്റുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും നിനക്ക് ആരാവണം? എന്തൊരു ചോദ്യമാണ് ഡാഡി അത്. അച്ഛാ, എനിക്ക് എന്തൊക്കെ പറ്റുമോ അതൊക്കെ എനിക്ക് ആവണം. എനിക്ക് എല്ലാം ആവണം അച്ഛാ. അതിനുപരി എനിക്ക് ഞാനാവണം. ഇത്രയൊക്കെ വലിയ കൗണ്ടർ അടിക്കാൻ വളർന്നോ ഗുണ്ടുമുളകേ? ഗുണ്ടുമുളകോ? പൊടി മുരിങ്ങക്കോലെ. മുരിങ്ങക്കോലെന്നാ അമ്മ എന്നെ വിളിച്ചേട്ടാ? മുരിങ്ങക്കോലെന്ന്. അയ്യോ, നീ വിളിച്ചവിടെ ആരും കേട്ടില്ല. എനിക്ക് എന്തും പറയാം, പക്ഷെ നീ പറയാൻ പാടില്ല. എനിക്ക് നാവില്ല. മനുഷ്യരുടെ നെഞ്ചു കയറി ഇരിക്കുമ്പോഴാണ് രണ്ടും കൂടെ അടി ഉണ്ടാക്കുന്നത്. അസിഡിറ്റിയാണോ? അത് തന്നെ. നീ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ നേരം തൊട്ട് എനിക്കും ഭയങ്കര വിഷമം. എനിക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് എന്തോ ആഗ്രഹമാണ്. പക്ഷെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് എപ്പോ ചെയ്യാനാണ്? ഒരു സമയം കിട്ടൂല. മനുഷ്യന്റെ ഒരു ആഗ്രഹവും നടക്കാത്തൊരു വീട്. ഇത്ര പ്രാവശ്യം പറഞ്ഞ അമ്മയുടെ ഡാൻസ് പ്രാക്ടീസ് എപ്പോ ചെയ്യാതിന് സമയം കിട്ടണ്ടേ? ഇവിടുത്തെ പണി രാവിലെ നേരം തൊട്ട് കുപ്പിന്ന് വന്ന ഭൂതം പോലെയാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത് മനുഷ്യൻ. ഇത് വലിയ കാര്യമാണോ? നീ ഒരു മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ പോലെ എന്തിനാ ചെയ്താ പോലെ? ഓ, ഇനി ഞാൻ ഉറങ്ങാൻ പോണില്ല. ഒരു മണിക്കൂർ നേരത്തെ എനിക്കും മനുഷ്യൻ ഉറക്കവും വേണ്ടപ്പോ. വേണ്ട അമ്മ, നേരത്തെ എണീക്കണ്ട. ഒരു 12 മണിയാകുമ്പോ പണിയൊക്കെ കഴിയല്ലോ. 12 തൊട്ട് 1 മണി വരെ ഫ്രീ ആണല്ലോ, അപ്പൊ ചെയ്യാലോ. 12 മണിയാകുമ്പോ പണി തീരുമെന്നല്ലേ? എന്റെ വീട്ടിലെ പകുതി പണി, അതായത് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി വരും ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഒരു ഇച്ചിരി റെസ്റ്റ് എടുക്കുമ്പോഴാണ് മനുഷ്യന്റെ നടുവേദന മാറുന്നത്.
അപ്പൊ ആ സമയത്ത് ഞാൻ ഡാൻസ് ചെയ്യണം. പിന്നെ ഞാൻ ഇപ്പൊ റെസ്റ്റ് എടുക്കും. ഉച്ചക്കുള്ള പണി വേറെ ആരെങ്കിലും ചെയ്തു തരുമോ? ഇത് കൊള്ളാം മണി. കഷ്ടത്തിരിക്കുന്ന പോയാൻ പാടില്ല, ഉത്തരത്തിരിക്കുന്ന എടുക്കാൻ വേണം അല്ലേ? എന്താ പറയാ, എന്തെങ്കിലും മക്കൾക്ക് ഭയങ്കര മിടുക്ക് തന്നെ. ശരി, ഞാൻ ഒരു കാര്യം പറയാം. അമ്മയ്ക്ക് 12 to 1 മണി വരെ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കണം, അതല്ലേ? അപ്പൊ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണ്ട. 6 മണിക്ക് ശേഷം ചെയ്യാലോ. 6 മണി തൊട്ട് 7 മണി വരെ ചെയ്യ്. ഇക്കണ്ട പറമ്പിൽ കിടക്കണുള്ള ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണതാര്? ആ ചെടികളെ പരിപാലിക്കുന്നതാര്? ആ സന്ധ്യ സമയത്താണ് എല്ലാ ചെടിക്കും വെള്ളം ഒഴിക്കണത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഭഗവാനുള്ള പൂജകളോ കാര്യങ്ങളൊക്കെ ഒരുക്കി നാമം ജപിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ശരീരമാണെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുമോ? ഞാൻ അതിനുശേഷം സന്ധ്യയ്ക്ക് ഡാൻസ് ചെയ്തോന്നാണ് എന്റെ ആശം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. നീ പറഞ്ഞ പോലെ തന്നെ ഉത്തരത്തിൽ ഇടുന്ന ഒരിക്കലും വേണം, കഷ്ടത്തിരിക്കുന്ന പോകാനും പാടില്ല. അതാണ് നീ ഇപ്പൊ പറഞ്ഞത്. നോക്കണേ, മനുഷ്യനുള്ള പണി എടുത്തതിന് ശേഷം കുറച്ചു നേരം ഇരിക്കുന്ന സമയത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറയാൻ തോന്നി നിങ്ങളുടെയൊക്കെ മനസ്സ് സമ്മതിച്ചു ഞാൻ. മണി മണി എവിടെ പോണു? ഓട്ട് അച്ഛൻ ഇങ്ങനെ എപ്പോഴും പറയാ പോണോണ്ടാണ് അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം. അല്ല മക്കളെ, അതെ അമ്മ പറഞ്ഞത് ശരിയാണ്. അവള് ഈ പണിയെല്ലാം ചെയ്തിട്ടല്ലേ, അപ്പൊ സമയം കിട്ടൂല. മാത്രല്ല അവള് ദേഷ്യത്തിൽ വിഷമിച്ചിട്ടാണ് പോയി. ഞാൻ ഒന്ന് പോയി സമാധാനിപ്പിക്കട്ടെ. വഴക്കുണ്ടാക്കല്ലേ മണിക്കുട്ടി. എന്ത് ഫാമിലിയോ? അഹങ്കാരച്ചിട്ട് കൂടി വരുന്നുണ്ടെങ്കിൽ നിനക്ക് എടുത്തോളാം. നീ എടുക്കാറൊക്കെ ആയോ? മണി, നീ എന്തോന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടി? ഇങ്ങനെ പറയട്ടെ. രവിയേട്ടൻ ഒന്നും മിണ്ടായിരിക്കോ? രവിയേട്ടൻ എന്നോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടോ? പിന്നെ എനിക്ക് നിന്നോട് സ്നേഹമില്ലേ? എന്തോന്ന് ഇങ്ങനെയൊക്കെ പറയണത്? നീ പറയട്ടെ. രവിയേട്ടൻ അറിയാലോ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കലാതിലകമൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യം. പിന്നെ അന്ന് സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പാർവതി വന്ന സമയത്ത് പാർവതിയോട് ഞാനാണ് ഡാൻസ് കളിച്ചത്. അറിയോ? സിനിമ നടി പാർവതി. നീ ഡാൻസ് കളിച്ചാ? ആ, പാർവതിയുടെ കൂടെ. ഞാൻ പാർവതി മാത്രം സ്റ്റേജിൽ. അതെ, ലേറ്റസ്റ്റ് എഡിഷൻ ആണല്ലോ. ഇതുവരെ കേട്ടില്ല ഇങ്ങനത്തെ കഥയൊന്നും. എന്തൊക്കെ പറഞ്ഞാൽ ആരും മനസ്സിലാക്കൂല. നീ വിഷമിക്കാതെ. അമ്മയ്ക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് ആഴ്ചയില് എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ 7 ദിവസം ചെയ്യണം എന്നാണ്. പോട്ടെ, 7 ദിവസം നടന്നില്ലെങ്കിൽ 5 ദിവസമെങ്കിലും മിനിമം വേണ്ടി വരും. നല്ല കാര്യം. ചെയ്യാലോ. 5 ദിവസം പ്രാക്ടീസ് ചെയ്യണം അമ്മയ്ക്ക്, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അമ്മ രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കോ. രാവിലത്തെ ജോലി ഞങ്ങൾ എല്ലാരും കൂടി ചെയ്തോളാം. ഞങ്ങളെന്ന് പറയുമ്പോ ഇവര് രണ്ടുപേരും ചെയ്യും, പക്ഷെ ഞങ്ങളുടെ നടന്നു. നിന്നെ ഞാൻ ഉറക്കാം. പിന്നെ റിങ്കി മോള് പറഞ്ഞാൽ ശരി, ഞങ്ങൾ ചെയ്തോളാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ ഉണ്ടായിക്കോളാം. ശരിക്കും? ശരി. പിന്നെ എനിക്ക് അത്ര ഉറപ്പൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ ചെയ്തോളാം. നിനക്ക് അപ്പൊ സമയം കിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പ്രാക്ടീസ് ഐശ്വര്യമായിട്ട് തുടങ്ങട്ടാ. തുടങ്ങിക്കോ. അമ്മ ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി, പിഞ്ചു കൊണ്ട് പണിയെടുക്കേണ്ടി വരും. മിണ്ടായിരി അവിടെ. എന്തിനും കയറി നിരുത്സാഹപ്പെടുത്തലേ. അമ്മ ഐശ്വര്യോട് തുടങ്ങിക്കോ. നീ തുടങ്ങി, ഞങ്ങളുണ്ട് കൂടെ. ചെയ്യല്ലേ? പിന്നെ ശരാ, എന്നാ പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്നെ. പിന്നല്ലാതെ. അമ്മ പ്രാക്ടീസ് തുടങ്ങുമ്പോഴേ 2 ദിവസം കഴിയുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും. അതും പറഞ്ഞിട്ട് നിർത്തരുത്. എനിക്ക് അതാണ് പേടിയേ. പണ്ടത്തെ പോലെ അല്ലല്ലോ, നമ്മള് ഇത്രയും മണ്ണും വെയിറ്റൊക്കെ ഉള്ളതല്ലേ. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ആവാൻ സമയം എടുക്കും. ഒന്നും പറ്റയൊന്നുമില്ല മാം. മസിലെല്ലാം കൂടി സ്റ്റിഫായിട്ട് ഇരിക്കും, അതാണ് പ്രശ്നം. അത് സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് മാറാന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിലേ കയ്യും കാലും നടുവും ഒക്കെ വേദനയാണ്. ഇനി ഇതും കൂടെ വന്നിട്ട് ആഗ്രഹമൊക്കെയാണ്, എന്നാലും പേടി. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി, എല്ലാം ശരിയാവും. അമ്മ ഇത് ചെയ്തിട്ട് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അത് ചെയ്യുമ്പോഴത്തേക്കും ഡബിൾ പെയിൻ ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചെയ്യാം, ഹെൽപ്പ് ചെയ്യണേ നിങ്ങൾ. പിന്നെ ഹെൽപ്പ് ചെയ്യാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള കത്തി എടുത്ത് വേറെ കാര്യങ്ങൾക്ക് എടുത്തോണ്ട് പോലെ. എന്താണ് മൂർച്ചയില്ലാണ്ടാവണം? ഒട്ടുമില്ല. പറഞ്ഞാ എങ്ങനെ പച്ചക്കറി മുറിക്കാനുള്ള കത്തി എടുത്തോണ്ട് വേറെ നിൽക്കും. മണിക്കുട്ടി, എവിടെ പോയി നേരം പറയാതെ? ഞാൻ ഇവിടെ ഈ രമേശന്റെ കട വരെ പറഞ്ഞിട്ട് കൂടിയായിരുന്നു. അതിനെന്തോന്നു, അടുത്തല്ലേ. പിന്നെ നിനക്കൊരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. സർപ്രൈസോ? നീ കൈ നീട്ട്, കണ്ണടക്കി. എടി കണ്ണടച്ച് കൈ കൊണ്ട് നീട്ട്. എന്തോന്ന് കൊച്ചു പിള്ളാരെ പോലെ കൈ നീട്ട്. നീ ഇവിടെ കാര്യം ഈ ചൂല കൊണ്ട് മാറ്റി കണ്ണടക്കി. കണ്ണുറക്കല്ല്. മുട്ടായിയാ? നീ നോക്ക്, തുറന്ന് നോക്കടി. കിലുങ്ങും, നീ നോക്ക്.
നോക്ക്. ഞാനേ ഇത് നമ്മുടെ രമേശന്റെ കടയിൽ ഇരിക്കുന്ന കാണുമ്പോൾ എപ്പോഴും ആലോചിക്കും ഇത് നിനക്ക് വാങ്ങിച്ചു തരണം. പക്ഷേ നീ ഡാൻസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ഇപ്പൊ നീ പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചെന്നാ നിനക്ക് വാങ്ങിത്തരാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യണം, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് അടുത്ത വർഷത്തെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിന് നിന്റെ പ്രോഗ്രാം വെക്കണം, ഡാൻസ് പ്രോഗ്രാം. എന്നെ കൊണ്ട് പറ്റുമോ? ഇനി പറ്റുമോ എന്നാ? പിന്നെ നിന്നെ കൊണ്ട് പറ്റാത്തത് നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഒരു മടിയും വേണ്ട. പണ്ട് നീ കളിച്ചിരുന്ന പോലെ തീർച്ചയായിട്ടും ആ കലാതലം ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ. എന്റെ പഴയ ചിലങ്ക കേടായിപ്പോയി, മുത്തുകളൊക്കെ പൊഴിഞ്ഞു പോയി. ഒരു ചിലങ്ക ഇല്ലായിരുന്നു എനിക്ക്. താങ്ക് യു. എനിക്കറിയാമല്ലോ. താങ്ക് യു. നിങ്ങളൊക്കെ ഇത് ചെയ്തു തന്നിരുന്നെങ്കിൽ അമ്മയ്ക്ക് എത്ര സമാധാനം ഉണ്ടായിരുന്നു. ചെയ്യൂലല്ലോ. അമ്മ പറയാത്തെന്ത്? പറഞ്ഞാലേ ചെയ്യുള്ളൂ. അറിഞ്ഞ് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ഒരുപാട് പ്രാവശ്യം. അറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉപകാരം. പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മഹത്വമുള്ള. അതങ്ങനെ ശീലിച്ചു. ഇനി പറഞ്ഞില്ല. അതെ അമ്മ. അമ്മ അമ്മ സോറി. എന്തിന്? നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അമ്മയെ കുറെ ഞാൻ നിരുത്സാഹപ്പെടുത്തില്ലേ, അമ്മ പോണ്ടാവുന്നും കൂടെ തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഞാൻ വെറുതെ പറയണം കേട്ടാ. എന്തേ നിനക്ക് കിടന്ന് ഉറങ്ങണം എന്നല്ലേ പറഞ്ഞേ? ഉറങ്ങണ്ടേ? എനിക്ക് ഉറങ്ങണം. അത് ഞാൻ അവരെ പറ്റിച്ച് നൈസായിട്ട് ഉറങ്ങിക്കോളാം. അയ്യോ കേക്കല്ലേ, നൈസായിട്ട് ഉറങ്ങിക്കോളാം. എൻ്റെ അടുത്താ കളി. അമ്മ ഓക്കെ അല്ലേ? തുടങ്ങിയല്ലേ അപ്പൊ ഡാൻസ് പ്രാക്ടീസ്? തുടങ്ങണം. കുഴപ്പമൊന്നുമില്ലല്ലോ, ടെൻഷനും കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇത്ര വർഷത്തിന് ശേഷം വീണ്ടും തുടങ്ങുന്നതന്നെ. നല്ലോണം ഉണ്ട്. നല്ല ടെൻഷൻ ഉണ്ടോ? എന്തിനമ്മ ടെൻഷൻ അടിക്കണേ? അമ്മയ്ക്ക് ബേസിക്സ് ഒക്കെ എന്തായാലും നന്നായിട്ട് അറിയാം. കാരണം കുറെ വർഷം അമ്മ ഡാൻസ് പഠിച്ചല്ലേ. അമ്മ ഈ യൂട്യൂബ് എടുത്തതിന് ശേഷം ഒരുപാട് ബേസിക്സും കാര്യങ്ങളൊക്കെ, സ്റ്റെപ്പും താളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു മ്യൂസിക് എടുത്തതിന് ശേഷം അമ്മ സ്റ്റെപ്പ് ഇട്ട് നോക്കും. പറ്റില്ലെങ്കിൽ ഞാൻ സഹായിക്കാം. ഓക്കെ ആവുമായിരിക്കും അല്ലേ? പിന്നെ എന്തോന്ന് മണി വേദനിക്കുന്നത്. അതാണ് പ്രശ്നം. കയ്യും കാലൊക്കെ വേദന വരുമോ എന്നുള്ളത് പേടി. 2-3 പ്രാവശ്യം, ഒരു 2 ദിവസം കാണും വേദനയൊക്കെ. കുറച്ച് കഴിയുമ്പോ അങ്ങ് പൊക്കോളും. അത് തന്നെ റിങ്കിയും പറഞ്ഞത്. എന്താ ശബ്ദം കേട്ടേ? ദൈവമേ, ചലങ്കര ശബ്ദമാണോ? ചേച്ചി ചേച്ചി, ഓ ഭൂമിയിടിഞ്ഞ് ഇവളെ തലയിൽ കൂടെ വീണാലും ഇവൾ അറിയത്തില്ലല്ലോ. ഈശ്വര, നല്ല ചലങ്കര ശബ്ദം. പ്രേതം വല്ലതാണോ? കറണ്ട് പോയോ പോവാന്? ചേച്ചി കിടി പോത്തേ, കിടി എണീക്കിടി, എണീക്ക്. എന്തുവാ കിടന്ന് ഓരോന്നേ? ചേച്ചി എണീക്ക്. ചേച്ചി എന്തുവാടി? ചേച്ചി ചേച്ചി, പ്രേതം പ്രേതം. എണീക്കടി എടി, പ്രേതം പ്രേതം പ്രേതം. എന്തുവാടി പ്രേതം? ചുമ്മാ ഉറങ്ങാൻ സമ്മതിക്കും. എന്റെ പൊന്ന് റിങ്കി, നീ ഒന്ന് എണീച്ച്, നിനക്ക് ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റണില്ലേ? ഒന്ന് എണീക്ക് പോത്തേ അങ്ങോട്ടേക്ക്. എന്റെ ദൈവമേ, എടി കേള് കേള്, ശ്രദ്ധിച്ച് കേള്, ചലങ്കര ശബ്ദം കേട്ടാ കേട്ടോ കേട്ടോ. എടി എവിടെ നമ്മളെ വീട്ടിൽ പ്രേതം? വല്ലം പറയണേ. ഇവിടെ നടി വരണേ. എനിക്കെങ്ങനെ അറിയാം? എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞേ. ഇനി തെക്കിനിയിലെ വല്ല പ്രേതമാണാടി. തെക്കിനിയോ? അതെനിക്കിങ്ങനെ അറിയാം. നാഗവല്ലി ഇതൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നെന്തിനു? അല്ല, നീയല്ലേ രാവിലെ ഡാൻസ് ഒക്കെ ചെയ്ത്? അതുകൊണ്ട് പിന്നെ അമ്മയും കൂടി രാവിലെ ഡാൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇനി വല്ല ഡാൻസ് ചെയ്യണ വല്ല പ്രേതമാണെങ്കിലോ? അമ്മേരെ അച്ഛനടുത്ത് പോയി. എന്തിനാ? എടി
ആ പ്രേത സൗണ്ട് കേട്ട് ഇങ്ങോട്ട് വന്നാ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യാ? കഥ പഠിച്ചടാ. അല്ലല്ലേ ഇനി വാ, നമുക്ക് എന്തായാലും അച്ഛൻ്റെ അടുത്ത് പോവാൻ. എനിക്ക് പേടി അവിടെ. മറ്റേ ഒരു മന്ത്രം ഉണ്ടല്ലോ, അർജുന പൽഗുണ വാർത്ത സാരഥി എന്തോ. ഞാനും കൂടെ നടത്തി എവിടെ പോണം അമ്മി. കഷ്ടമില്ല. ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്ത് ഓരോന്നിനെ വിളിച്ചു വരുത്തി ചേച്ചി, പ്രേതം നമ്മളെ പിടിക്കോ? ഇല്ലടി, പ്രേതം എങ്ങനെയാണ് നമ്മളെ പിടിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ. ഈ രാമനാഥൻ നാഗവല്ലിയൊക്കെ എങ്ങനെയാണ് ഇങ്ങോട്ട് കയറി വന്നേ? ഇത്രയും നാളെ എനിക്ക് ഈ പ്രേതങ്ങളൊന്നും വിശ്വാസമില്ലായിരുന്നു. കേൾക്കുമ്പോ എനിക്ക് എന്താ ദുർഗാഷ്ടമി ആയിരിക്കോ? ഇന്ന് ദുർഗാഷ്ടമി ആയിരിക്കോ? അതിനടി ചേച്ചി സൗണ്ട് കേൾക്കുന്നത്. അയ്യോ, അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ നല്ല ശബ്ദം. അയ്യോ, എന്റെ അച്ഛനും അമ്മ എന്തെങ്കിലും അവർ ചെയ്യൂ. ദൈവമേ, അവര് ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. അവരടുത്തോട്ട് പ്രേതം വന്നത്. നമുക്കേ ഒന്ന് തട്ടി നോക്കിയാലോ? പാട്ടൊക്കെ കേക്കാടി. ഇതെന്തോന്ന് പ്രേതങ്ങളുടെ സംസാരം തമ്മിലുള്ളൂ? ശരിയാണല്ലോ, ഇതൊന്നൊന്നല്ലേ? വാ മുട്ട മുട്ട അല്ലെങ്കിൽ വേണോടി? എന്താണ് റിയാക്ഷൻ നോക്കാം. ബാ എന്നെ പിടിച്ചോ. വേണോടി? நான் தான் பிங்கி. எதுக்கு வந்த? உன்னை பார்க்கறதுக்கு. ஐயோ நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவே என் கண் முன்னாடி வந்து நிப்ப? ஐயோ நாகவல்லி, അങ്ങനെ ചോദിച്ചാ അറിഞ്ഞൂടാ. தெரியாது. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஒரு ரத்தத்தை குடிச்சு ஓங்கார வரணுடுவேன். പിങ്കി, മക്കളെ ഇത് ഞങ്ങളാണെന്ന്. ഇതൊരു പേടി. ഇത് ഹലോ, നോക്ക്. എന്റെ ശബ്ദം കേട്ട് നിങ്ങക്ക് മനസ്സിലായില്ലേ? എടി, അമ്മ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്തതല്ലേ? നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താ? നിങ്ങളാണ് ആ മാടമ്പള്ളിയിലെ രാമനാഥന് നാഗവല്ലി. ഈ പാതിരാത്രി നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ? ചെലം കേട്ട് ആടാൻ കണ്ടിരിക്കുന്ന അച്ഛനൊരു ആഗ്രഹം, ഞാൻ ചെലം കെട്ടി ഡാൻസ് ചെയ്യണ കാണുന്നു. അച്ഛൻ എനിക്കിന്ന് വാങ്ങിച്ചോണ്ടെന്ന് ചെലങ്ക. ഇപ്പൊ ഞങ്ങൾ 2 ശവം കണ്ടേരാ നിങ്ങൾ എല്ലാരും കൂടി. ഇത്ര പേടിയാ? പിന്നെ ഈ രാത്രി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ സന്തോഷിക്കാം, തുളിച്ചാടാ ഞങ്ങൾ. എടി, അതെ, അമ്മയ്ക്ക് ചെലങ്ക വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നീ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കാണട്ടെന്ന് പറഞ്ഞു. ആ സൗണ്ട് ആണ് നിങ്ങൾ കേട്ടത്. പക്ഷെ നിങ്ങൾ പറയാൻ വിട്ടുപോയി. വിട്ടുപോയത് നന്നായി കേട്ടോ. രാവിലെ എണീക്കത്തില്ലായിരുന്നു. റൊമാൻസ് കളിക്കാൻ പറ്റിയ സമയം. നിങ്ങൾക്ക് ഈ രാത്രി കിട്ടിയുള്ളൂ ഈ റൊമാൻസ് കളിക്കാൻ ചലങ്കി കെട്ടിക്കൊണ്ട്? അതിനെന്ത്? എന്റെ അച്ഛനൊരു ആഗ്രഹം തോന്നി, ഞാൻ സാധിച്ചു കൊടുത്തു. ചെലം കേട്ട് ഡാൻസ് ചെയ്യണമെന്ന്. മതി ചെല്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ഞങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ട് പോയി ചെന്ന് ഉറങ്ങാനാ? ഓ, ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം. പറ്റും. ഞങ്ങളുടെ മുമ്പ് പ്രാക്ടീസ് ഞങ്ങൾ കണ്ടു ഉറക്കം പോയി. ഒരു കാര്യം ചെയ്യ മണി, നീയേ അങ്കനന്മാർ അതൊന്ന് കാണിക്കും. കാണിച്ചോളൂ മണി, പിള്ളേരെ ആഗ്രഹമല്ലേ? എന്ത് പാതിരാത്രിക്ക് ഇവിടെ ഞാൻ നാട്ടുകാരെ കൂടെ വിളിച്ചിട്ട് ടിക്കറ്റ് വെച്ചു. മണിക്കുട്ടി നീ ഒന്ന് കാണിച്ചോളൂ മണി, അവരുടെ ആഗ്രഹം. ഞാൻ പാടില്ല, നീ കൊണ്ട് കളിച്ചാൽ ഇപ്പൊ മണി ദൂരെ പോകാതെ സ്റ്റെപ്പെങ്കിലും കാണിച്ചു. അങ്കനമാർ മൗലി മണി പാട്. ഞാൻ പാടാം. 1 2 3 സ്റ്റാർട്ട്. അങ്കനമാ മൗലി മണി